നിയമവിരുദ്ധമായി നിരത്തിൽ ഇറങ്ങുന്ന റെന്റൽ കാറുകളുടെയും കള്ള ടാക്സികളുടെയും പ്രവർത്തനം തടയണം എന്ന് ടാക്സി ഡ്രൈവേഴ്സ്. സ്പീഡ് ഗവർണർ 80 കിലോമീറ്ററിൽ നിന്ന് 100 കിലോമീറ്ററാക്കി പുതുക്കി നിശ്ചയിക്കണമെന്നും ടാക്സി ഡ്രൈവേഴ്സ് ആവശ്യപ്പെട്ടു. വിഷയം ചൂണ്ടിക്കാട്ടി കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ രാപകൽ സമരം നടത്തി. ജില്ലയിൽ മാത്രം കള്ള ടാക്സികളും റെന്റ് കാറുകളും 1000-ലധികമുണ്ടെന്നാണ് ടാക്സി ഡ്രൈവർമാർ പറയുന്ന കണക്ക്. സംസ്ഥാനാടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അത് ഇനിയും വർദ്ധിക്കും. ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. പരാതി പറഞ്ഞ് മടുത്തവരാണ് കേരളത്തിലെ ടാക്സി ഡ്രൈവർമാർ. പലകുറി വിഷയം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ കുറ്റപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് കള്ള ടാക്സി സർവീസ് ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് മുൻപത്തേക്കാൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തതാണ് ടാക്സി ഡ്രൈവർമാരെ പ്രതിസന്ധിയിലാക്കുന്നത്. ഈ കള്ള ടാക്സികൾ, വ്യാജ ടാക്സികളും റെന്റ് കാറുകളും നിയമം മൂലം നിരോധിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിലെ മുഴുവൻ RTO ഓഫീസുകളിലും ഞങ്ങൾ കൃത്യമായ പരാതികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ RTO ഓഫീസർമാർ അതിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കോഴിക്കോട് ജില്ലയിൽ മാത്രം 1000-ഓളം കള്ള ടാക്സികൾ ഉണ്ടെന്നാണ് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ പറയുന്നത്. ഇവരുടെ വണ്ടി നമ്പർ സഹിതം പരാതി നൽകിയിട്ടും അന്വേഷിക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നും ടാക്സി ഡ്രൈവർമാർ കുറ്റപ്പെടുത്തുന്നു. GPS വിഷയത്തിൽ അശാസ്ത്രീയമായ GPS സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. GPS 6500 രൂപ കൊടുത്ത് ഒരു ടാക്സിക്കാരൻ വാങ്ങി വെക്കുമ്പോൾ അതിനകത്ത് അവർ പറയുന്നത് ആ പാനിക് ബട്ടൺ അമർത്തുമ്പോൾ കൺട്രോൾ റൂമിലേക്ക് അത് എത്തുകയും അതിൻ്റെ സന്ദേശം എത്തുകയും വേണ്ട സമയത്ത് സഹായം ചെയ്യും എന്നാണ്. പക്ഷേ ആ പാനിക് ബട്ടൺ കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. അതുകൊണ്ടുള്ള ആകെയുള്ള ഉപയോഗം എന്ന് പറയുന്നത് എവിടെയെങ്കിലും വണ്ടി നോ പാർക്കിങ്ങിൽ കിടക്കുകയാണെങ്കിലോ സ്പീഡിൽ പോവുകയാണെങ്കിലോ വീട്ടിൽ ഫൈൻ വരും. ഈ ഒരു ഇതല്ലാതെ വേറെ യാതൊരു ലാഭവുമില്ല. ഓരോ ദിവസവും ഓടിക്കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ട് ജീവിക്കുന്നവരാണ് കേരളത്തിലെ ടാക്സി ഡ്രൈവർമാർ. അവരുടെ കഞ്ഞിയിൽ പാറ്റയിടരുതെന്നാണ് അവരുടെ അപേക്ഷ. വർഷങ്ങളായി സർക്കാരുകൾക്ക് മുന്നിൽ വെക്കുന്ന അപേക്ഷയിൽ യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ടാക്സി ഡ്രൈവർമാർ ആരോപിക്കുന്നത്. കൂടാതെ ടാക്സികൾക്ക് നിർബന്ധമാക്കിയ GPS സംവിധാനം ശാസ്ത്രീയമാക്കുക, ഫിറ്റ്നസ് എടുക്കുമ്പോൾ ഇളവ് അനുവദിക്കുക, കേരളത്തിലെ നാഷണൽ ഹൈവേകളിൽ ടാക്സി വാഹനങ്ങൾക്ക് മാത്രം നിർബന്ധമാക്കിയ സ്പീഡ് ഗവർണർ 80 കിലോമീറ്ററിൽ നിന്ന് 100 കിലോമീറ്ററാക്കി പുതുക്കി നിശ്ചയിക്കുക, കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾക്ക് ചുമത്തുന്ന ഭീമമായ നികുതി കുറച്ചു നൽകുക, ദീർഘദൂര ട്രിപ്പുമായി സഞ്ചരിക്കുന്ന ടാക്സി ഡ്രൈവർമാർക്ക് ഹോട്ടലുകളിലും ഗസ്റ്റ് ഹൗസുകളിലും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും വിശ്രമിക്കാനുമുള്ള സൗകര്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. ടാക്സി ഡ്രൈവർമാർക്കെതിരെ പിഴ ചുമത്തുമ്പോൾ അത് കൃത്യമായി ഈ ഡ്രൈവർമാരെ അറിയിക്കണം. പിഴ ഒടുക്കാൻ 10 ദിവസത്തെ സാവകാശമെങ്കിലും നൽകണം. കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായി മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് മുൻപിൽ വെക്കുന്ന അപേക്ഷകളിൽ തീർപ്പുണ്ടാകണം തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് ഇവർ സർക്കാരുകൾക്ക് മുന്നിൽ വെക്കുന്നത്. ക്യാമറമാൻ ഷിജു ചാവറയ്ക്കൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. നിയമവിരുദ്ധമായി നിരത്തിലിറങ്ങുന്ന റെന്റൽ കാറുകൾക്കെതിരെ നടപടി വേണം എന്നാണ് ആവശ്യം. അധികൃതരോട് പരാതി പറഞ്ഞു മടുത്തു എന്ന് ടാക്സി ഡ്രൈവേഴ്സ് പറയുന്നു. പ്രതികരണങ്ങൾ: 80 കിലോമീറ്റർ വെച്ച് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ ശരിക്കും 100-120 ആണ് ശരിക്കും സ്പീഡ്. വണ്ടീൻ്റെ തന്നെ 160 സ്പീഡ് വരുന്നത്. പക്ഷേ 80 കിലോമീറ്ററാണ് വെച്ചത്. ഇത് സ്പീഡ് ഗവർണറിന് അങ്ങനെ ഒരു ഇത് വെച്ചത് കൊണ്ട് പ്രൈവറ്റ് വണ്ടിക്കാർ കൂടുതൽ സ്പീഡ് എന്ന് പറഞ്ഞ് കള്ള ടാക്സികൾ ആൾക്കാർ വിളിച്ചു പോകാനുള്ള മെയിൻ കാരണം അതാണ്. കള്ള ടാക്സികൾക്ക് ടാക്സ് അടയ്ക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഇൻഷുറൻസ് പ്രീമിയം സാധാരണ വളരെ കുറഞ്ഞ പ്രീമിയമേ ഉള്ളൂ. അതേപോലെ തന്നെ അവർക്ക് മറ്റുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും നോക്കേണ്ടതില്ല എന്നുള്ളതാണ്. നമുക്ക് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഫീസ് മാത്രമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ കുറഞ്ഞ റേറ്റിന് ഓടാൻ കള്ള ടാക്സികൾക്ക് പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾ അത് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതും ഈ നമ്മളെ ഇപ്പോൾ നിൽക്കുന്ന കളക്ടറേറ്റിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ 20ഓളം അനധികൃത ടാക്സി ഓടുന്നുണ്ട്. ഓരോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടും ഇവിടെ ഒരുപാട് വണ്ടികൾ ഓടുന്നുണ്ട്. അതും നമ്മൾ കളക്ടർ മുമ്പിലും RTOന്റെ മുമ്പിലും ഒക്കെ പരാതിയായിട്ട് കൊടുത്തതാണ്. പക്ഷേ നടപടി ഒന്നും സ്വീകരിക്കുന്നില്ല. നമ്മുടെ ഒരു തൊഴിൽ സംരക്ഷിക്കുന്ന ഭാഗമായിട്ടാണ് ടാക്സി വണ്ടി. അപ്പോൾ അമിത ഫൈൻ ഈടാക്കുക, അഥവാ പേപ്പർ തെറ്റുണ്ടാവില്ല. അതായത് തെറ്റുണ്ടെങ്കിൽ തന്നെ നിസ്സാര കാര്യത്തിന് വേണ്ടി അമിതമായ ഫൈനാണ്. നേരെ മറിച്ച് ഒരു ഇൻഷുറൻസോ അല്ലെങ്കിൽ ടാക്സോ അടയ്ക്കാത്ത പ്രൈവറ്റ് വണ്ടി ഒരു 5 പൈസ ഫൈൻ ഇടുന്നത് മാത്രമല്ല അവർ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ
നടപ്പിൽ വരുത്തിയിട്ടും അല്ലെങ്കിൽ നടപ്പിൽ വരുത്താൻ സാധ്യതയില്ലാത്തതുമായ ഒരുപാട് നിയന്ത്രണങ്ങൾ ടാക്സി മേഖലയിൽ മാത്രം നടപ്പിൽ വരുത്തുന്നത് പൊതുജനങ്ങൾക്ക് ഈ ടാക്സികളോടുള്ള ഒരു സമീപനം ഇല്ലാതാവുകയും അതുമൂലം കള്ള ടാക്സികൾ ഒരുപാട് വർദ്ധിക്കാനുണ്ടാകുന്ന സാഹചര്യമുണ്ട്.